ഫൈനലി ഇന്ത്യൻ 2 റിലീസായിരിക്കുകയാണ്. ആൻഡ് പറഞ്ഞ പോലെ എന്നടാ പണി വെച്ചിരിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. എന്നാൽ എൻ്റെ കൂട്ടത്തിലുള്ളവർ കൂടെ ഇരുന്നവരും ചോദിച്ചത് എന്തിനാടാ ശങ്കര നീ പണിയത് എന്നാണ് ചോദിച്ചത്. ട്രോളുകൾ നിങ്ങളെ ശ്രദ്ധിച്ച് കാണുമല്ലോ. വേണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരേ സ്വരത്തിൽ പടം അത് ബോറായതുകൊണ്ടൊന്നുമല്ല, പക്ഷേ പടത്തിൻ്റെ ആ ഒരു DNA ഉണ്ടല്ലോ, ക്രോംബസവും അതങ്ങോട്ട് പഴയ ഇന്ത്യൻ സിനിമയുടെ ആ രീതിയിലല്ല. കാരണം ഈ ഒരു സിനിമ കുറച്ചും കൂടി കൂടുതൽ സംസാരിക്കുന്ന ഒരു വിജിലാൻറ്റി ഇതാണ് സംഭവം. കാരണം പക്ഷേ ഇന്ത്യൻ സിനിമ ഒരു വിജിലാൻറ്റിക്ക് അപ്പുറം ഒരു ഇമോഷൻസ് ഉണ്ടായിരുന്നല്ലോ. തന്നെ മകനെ കുത്തിക്കൊല്ലുന്നുണ്ട ഒരു സുഖം, മുഖഭാവം, ആ വക ടൈപ്പ് ഒന്നും ഈ പടത്തിൽ അങ്ങനെ വർക്കൗട്ടായിട്ടില്ല. പക്ഷെ ആ വക സീൻസ് ഈ പടത്തിലുണ്ട് താനും. പക്ഷെ എന്തോ അതങ്ങോട്ട് ഏറ്റില്ല. പക്ഷെ പടം ഇത് വർത്ത് വാച്ച്. 3 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂറാണ് ഈ പടം കണ്ട് തീർക്കാനായിട്ട്. ആൻഡ് അവർ പറഞ്ഞതിൻ്റെ കാരണം ഇത് ആക്ച്വലി 3 മണിക്കൂറിൻ്റെ പടമൊന്നുമല്ല, 6-9 മണിക്കൂർ സംതിങ് എന്തോ ദൈർഘ്യമുണ്ട്. അവസാനം അവർ എല്ലാം പ്രൊഡക്ഷൻ എല്ലാം കൂടി കഴിഞ്ഞ് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സമയങ്ങൾ ദീർഘിപ്പിച്ച് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ ഇനി എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റിയ രംഗങ്ങളൊന്നുമില്ല, എല്ലാം അത്യാവശ്യമുള്ളതാണ്. സോ നമുക്കിത് 2 പാർട്ടാക്കി മാറ്റാം. സോ പാർട്ട് 2 ആൻഡ് പാർട്ട് 3. നമ്മുടെ സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർ വേൾഡ്സ് ഇതുപോലത്തെ ഒരു സംഭവം തന്നെയായിരുന്നു. പാർട്ട് 2 ഒപ്പിക്കേണ്ട ഒരു സംഭവം. പക്ഷെ കഥ പറഞ്ഞു വന്നപ്പോൾ 2 സ്പ്ലിറ്റ് ആക്കേണ്ടി വന്നു. ഈ വർഷം മാർച്ചിൽ എങ്ങോട്ട് ഇറങ്ങേണ്ടത്, സെക്കൻഡ് ഹാഫ്, തേർഡ് ഇറങ്ങേണ്ടതായിരുന്നു, അവർ ഇറക്കിയില്ല. വോട്ടെവർ. എനിവേ ഇന്ത്യൻ 3 ഈസ് റിലീസിങ് ഇൻ ജനുവരി 2025. ദാറ്റ് ഈസ് കൺഫേംഡ്. ഈ സിനിമയുടെ മിഡ് ക്രെഡിറ്റ് സീൻസ് അതിൽ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരാണ് ആക്ച്വൽ വില്ലൻ, വാട്ട് ഹാസ് ഹാപ്പൻ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ദാറ്റ് സേനാപതി. അങ്ങനെ ഒരു നല്ല സീനൊക്കെ കണ്ട് തീർത്തിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ടും ഓഡിയൻസ് വാസ് ലൈക്ക് കൊള്ളാം, കണ്ടിരിക്കുക, എന്നാലും പഴയൻ്റെ ആ ഒരു ഇത് വന്നിട്ടില്ല എന്നാണ് എല്ലാവരും പരാതിപ്പെട്ടത്. നോ, പേഴ്സണലി എനിക്കും തോന്നുന്നത് അത് തന്നെയാണ്. അവർ കംപ്ലയിൻറ്റ് ചെയ്തതിൽ തെറ്റൊന്നുമില്ല. ഇമോഷൻ ടച്ച് അതിൻ്റെ സീൻസ് ഈ സിനിമയിലുണ്ട്. സ്പോയിലർ അലേർട്ട്, ഇതിൽ സിദ്ധാർത്ഥിൻ്റെ അമ്മ മരിക്കുന്ന ഒരു സീനുണ്ട്. സിദ്ധാർത്ഥിൻ്റെ കൂടെയുള്ള ആ 4 പേർക്കും ഇതേ ഒരു അനുഭവം വരുന്നുണ്ട്. കുടുംബത്തിൽ എന്താ പറയുക, ഒരു അവരുടെ ആ ഒരു ബ്രൈബറി പുറത്തേക്ക് എടുത്ത് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. അത് അങ്ങോട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോയി. എസ്പെഷ്യലി സിദ്ധാർത്ഥിൻ്റെ അമ്മ മരിക്കുന്ന ആ ഒരു സീൻ കുറച്ചും കൂടി ഒന്ന് എടുത്ത് ഇമോഷണൽ ആക്കിയിരുന്നെങ്കിൽ മുന്നത്തെ ഇന്ത്യൻ സിനിമയിൽ കമലഹാസൻ തൻ്റെ മകനെ കൊല്ലുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് കിട്ടിയല്ലേ. പക്ഷേ ഇതിലങ്ങോട്ട് അവരത് ഫോക്കസ് ചെയ്തില്ല. ശങ്കർ അതിൽ ഫോക്കസ് ചെയ്തില്ല. ശങ്കർ, വാട്ട് ഹാപ്പൻ ടു യു, ദിസ് ഇസ് വെരി വെരി ബാഡ്, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് ഫ്രോം യു ഗൈസ്. എനിവേ ഇതിൽ പിന്നെ ഇഷ്ടപ്പെട്ട ഒരു സീന് ഇടിയൊന്നുമില്ല. കാരണം അറിയാമല്ല, കക്ഷിയുടെ മർമ്മക്കുത്ത് ആ സംഭവം ഉള്ളതുകൊണ്ട് പിന്നെ ഫൈറ്റിന് വലിയ പ്രസൻസ് ഒന്നുമില്ല. വില്ലന്മാർ വരും, ഇവനങ്ങോട്ട് അവിടെ ഇവിടെ ഇങ്ങോട്ട് കുത്തും, മർമ്മത്തിൽ ഇങ്ങോട്ട് കുത്തും, കുറച്ച് പേര് കുതിര പോലെ ഓടും, കുറച്ച് പേര് പറക്കും, കുറച്ച് പേര് അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. മറ്റേ റോക്ക് പേപ്പർ സിസർ അങ്ങനെ സ്റ്റാച്യു എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയാണ്. സോ ഫൈറ്റിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, മർമ്മത്തിനാണ് നല്ല പ്രാധാന്യം. അത് പറഞ്ഞപ്പോഴാണ് ഈ പടത്തിന് ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഉണ്ട്. ഇന്ത്യൻ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ കമലഹാസനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് ഈ മർമ്മം അങ്ങനത്തെ ഒരു കളരി പോകാതെ ഒരു മർമ്മം ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രക്ടറുണ്ട്. കക്ഷി ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ കേസ് കൊണ്ടേ കൊടുത്തു. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ മർമ്മച്ചൂടുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ചീറ്റി പോയി. എന്നിരുന്നാലും ഹെഡ്ലൈനായിട്ടൊരു സംഭവം തന്നെയാണ്. ഹിലേറിയസ് എന്നാണ് എനിക്ക് തോന്നിയത്. ആൻഡ് യെസ്, ഇതിൽ നമ്മുടെ നിങ്ങൾ റെസ്ലിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഹൾക്ക് ഹോഗൻ്റെ ഇടികൾ, ഹൾക്ക് ഹോഗൻ പണ്ടത്തെ ഒരു ഇതിഹാസമാണ്, കക്ഷി ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആൾ വരുമ്പോൾ ഇങ്ങനെ വെസ്റ്റൊക്കെ ഊരിയിട്ട് ഒരു സാഗി ആയിട്ടുള്ള സ്കിന്നുമായിട്ട് ഇങ്ങനെ ഇടിക്കുന്ന രംഗമുണ്ട്. സോ ബിക്കോസ് സീസൺ ഹൾക്ക് ഹോഗൻ നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ടിരിക്കുന്ന ആ ഒരു സീൻ ഇതിലുമുണ്ട്. കമലഹാസൻ ഇങ്ങനെ ഇതൊക്കെ പൊളിച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പഴയ സൽമാൻ ഖാനെ പോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു ഏജ് സ്കിന്നാണ് കാണിക്കുന്നത്. പിന്നെ കക്ഷിനെ മർമ്മബുദ്ധി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ 6 പാക്കും മസിലും ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരും. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അത് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എവിടെ നിന്നാണോ പഠിക്കാൻ പറ്റുക. പടം ഓവറാൾ കൊള്ളാം. എൻ്റെ ഈ ഒരു സിനിമ ഒരു ക്ലിഫ് ഹാങ്ങറിൽ വച്ചിട്ടല്ല നിൽക്കുന്നത്. ഇറ്റ്സ് ലൈക്ക്
പാർട്ട് 3 അതിൽ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഇറ്റ്സ് ലൈക്ക് സൂര്യ ഈസ് ദ വില്ലൻ എനിവേ. പറഞ്ഞില്ല എന്ന് വേണ്ട, കാരണം പടം തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം പറയുന്നുണ്ട് ദിസ് ഈസ് ദ മെയിൻ വില്ലൻ, ദിസ് ഈസ് ദി ആൻറ്റി ഹീറോ, അങ്ങനെ ബ്ലാ ബ്ലാ ബ്ലാ. എനിക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ സിനിമയുടെ തുടക്കത്തിൽ ഉലകനായകൻ കമൽഹാസൻ എന്ന പേരിങ്ങനെ കാണിക്കുമ്പോൾ കമൽഹാസൻ്റെ ചെയ്ത വേഷങ്ങൾ മുഖത്ത് ഇങ്ങനെ മാറി മാറി കാണിക്കും. അത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കും. നല്ല എഡിറ്റിംഗ് എഫക്റ്റാണ്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ പ്രേമം, ഗാനം, അനിരുദ്ധിൻ്റെ ഒരു എഫക്റ്റ് എന്നെ ഫീൽ ചെയ്യാനില്ല പടത്തിൽ. ലൈക്ക് പേര് അനിരുദ്ധൻ എഴുതിയിട്ടുണ്ട്, ബട്ട് ഒന്നുമില്ല. ആ കൂടി ഒരു കോമഡി പാട്ട്, സീരിയസ് ആയിട്ട് ഇറക്കിയ പാട്ടാണ്. എന്താ പറയുക, ഇന്ത്യയെ ലച്ചം 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 ലച്ചം. റൊമാൻസിന് പ്രത്യേകിച്ച് എലമെൻ്റ് ഒന്നും ഈ പടത്തിനില്ല. ബിക്കോസ് ഇതൊരു തരം ഇന്ത്യൻ ബാറ്റ്മാനെ പോലെയാണ് കക്ഷി കൂടി തിരഞ്ഞെടുക്കുന്നത്, വെളിച്ചത്താണെന്ന് മാത്രം. ബട്ട് എനിവേ ഒരുപാട് 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 ട്രോളാനുള്ള സെഗ്മെൻറ്റ്സ് ഈ പടത്തിനുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത് കുത്തി നോക്കിക്കാൻ എനിക്ക് തോന്നുന്നില്ല. വളരെ ഇഷ്ടപ്പെട്ടു. ലൈക്ക് തുടക്കം മുതൽ അവസാനം വരെ 3 മണിക്കൂറാണെങ്കിൽ കൂട്ടിയിട്ടും ഐ ജസ്റ്റ് സാറ്റ് ദെയർ ആൻഡ് വാച്ച്ഡ് ഇറ്റ്. ഐ എൻജോയ്ഡ് ദ മൂവി. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ആ ഒരു പഴയ സിനിമയുടെ DNA മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ബട്ട് ദാറ്റ്സ് നോട്ട് എ റീസൺ ടു നോട്ട് വാച്ച് ദിസ് ഫിലിം. സോ ഐ ഏർജ് യു ഗൈസ് ടു വാച്ച് ഇറ്റ്. കാണാം, ഇഷ്ടപ്പെട്ടു ഗൈസ്. അത്ര വലിയ ഡീഗ്രേഡിങ് എഫക്റ്റ് ഒന്നുമല്ല. ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ശങ്കർ. എന്തോ എവിടെയും ഒരു നട്ടിൽ തോന്നുന്നു. ഒരു മർമ്മവിദ്യ ചിലപ്പോൾ കൊടുത്താൽ ചിലപ്പോൾ റെഡി ആകുമായിരിക്കും. അപ്പോൾ ഗൈസ്, അടുത്ത മൂവി റിവ്യൂമായിട്ട് വരാം ആസ് യൂഷ്വൽ. ആൻഡ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സ്റ്റേ ട്യൂൺഡ്.